പരമ്പരാഗത വ്യവസായങ്ങളെക്കുറിച്ച് പറയാതെ ഒരു ബജറ്റ് പ്രസംഗവും സംസ്ഥാന നിയമസഭയിൽ ഉണ്ടായിട്ടില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള വ്യവസായങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ അനുവദിച്ചതായി ധനമന്ത്രിമാർ പ്രസംഗത്തിൽ പറയാറുമുണ്ട്. അങ്ങനെ ഒരു രംഗമാണ് കശുവണ്ടി വ്യാപാര മേഖല. പക്ഷേ ഇന്ന് കശുവണ്ടി വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധിയാണ്. കോവിഡിന് ശേഷം കൊല്ലം ജില്ലയിൽ മാത്രം ഏതാണ്ട് 30ഓളം വ്യാപാരികളുടെ വീടുകളാണ് ജപ്തി ചെയ്തു പോയത്. അതുപോലെ അവരുടെ ഫാക്ടറികൾ പൂട്ടിപ്പോവുകയും ചെയ്തു. ഇന്ന് നമ്മൾ കൊല്ലത്ത് കല്ലും താഴം എന്ന സ്ഥലത്താണുള്ളത്. എൻ്റെ പിറകിൽ കാണുന്ന ഈ വീട് ഏത് നിമിഷവും ജപ്തിയിലാകും. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് ബാങ്കിൻ്റെ പ്രതിനിധികൾ ഇവിടേക്ക് അവർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനു വേണ്ടി ഇവിടെ ഒരു കൂട്ടം ആളുകൾ ഈ നടപടി എന്താകും എന്നതിൻ്റെ ആകാംക്ഷയിൽ നിൽക്കുകയാണ്. ഈ വീട്ടിൻ്റെ ഉടമ കൂടിയുണ്ട്. അദ്ദേഹം ഒരു കശുവണ്ടി വ്യാപാരിയാണ്. താങ്കളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയും. താങ്കൾ താമസിച്ചിരിക്കുന്ന വീട് ഏത് നിമിഷവും ജപ്തിയിൽ പോകുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ എന്താണ് വീട്ടിൽ ആരൊക്കെയാണുള്ളത്? എന്താണ് അവസ്ഥ? ഇപ്പോഴത്തെ അമ്മായും ഭാര്യയും ഒരു കൊച്ചുമോളുമാണ്. പിന്നെ അവസ്ഥ ഇപ്പോൾ നമ്മളെ കയ്യിൽ അടയ്ക്കാനോ ഒന്നും ഇപ്പോൾ ഇല്ല. ഇത് വിറ്റിട്ട് വേണം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ. അതുവരെയുള്ളൊരു സാവകാശം ബാങ്കിൽ നിന്ന് കിട്ടണം എന്നൊക്കെയുള്ളൊരു. എങ്ങനെയായിരുന്നു ഈ വ്യാപാരം? എങ്ങനെയായിരുന്നു? പരിപ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുകയായിരുന്നു? പരിപ്പ് പല കമ്പനികളിൽ നിന്നും എടുത്തിട്ട് നമ്മളത് തരം തിരിഞ്ഞ് അതിൻ്റെ കളറും അതിൻ്റെ ചെറുപ്പവും വലിപ്പവും ഒക്കെ തരം തിരിഞ്ഞിട്ട് പൂന, ഡൽഹി അങ്ങനെയൊക്കെ അയപ്പായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് കോവിഡ് സംബന്ധമായിട്ട് മാർക്കറ്റ് ഇടിയുകയും അതിനകത്ത് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുകയും അത് വിൽക്കാതെ കുറേ നാളിരുന്ന് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഏത് ബാങ്കിൽ നിന്നാണ് വായ്പ എടുത്തത്? എത്ര രൂപ വായ്പ എടുത്തിരുന്നു? തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിൽ നിന്ന് നമ്മൾ 50 ലക്ഷം രൂപയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ അത് പലിശ സഹിതം 65 ആയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഇടപെടൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടിരുന്നു ഇതിനകം? അതിൻ്റെ അസോസിയേഷൻ അതിൻ്റെ കാര്യങ്ങളിലോട്ട് നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ അത് ബാങ്ക് ഇതുവരെ ഒന്നും അംഗീകരിച്ചിട്ടില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. വളരെ ഖേദകരമെന്ന് പറയട്ടെ, ന്യൂസ് 18 തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തുവിട്ട വാർത്തകളുണ്ട്. അതായത് സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കശുവണ്ടി വ്യാപാരികൾ അപേക്ഷകൾ നൽകിയിരുന്നു. അതായത് 2021-ലും 2022-ലുമൊക്കെ നൽകുന്ന അപേക്ഷകളാണ്. ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് മറുപടി ലഭിച്ചത് കഴിഞ്ഞ ആഴ്ച മാത്രമാണ്. അതായത് ഈ വിഷയത്തിൽ എന്ത് ഇടപെടലാണ് നടത്തേണ്ടത്, ഓഫീസിലേക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിച്ചാണ് ഇത്തരത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് 4 വർഷമൊക്കെ കഴിയുമ്പോൾ കത്ത് വരുന്നത്. ഈ കത്ത് കിട്ടുമ്പോൾ വ്യാപാരികളുടെ അവസ്ഥ വീട് ജപ്തി ചെയ്തു പോകുന്നു. മാത്രമല്ല പല സ്ഥലങ്ങളിലും ഈ ജപ്തി ചെയ്ത വീടുകൾ ലേലം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. എന്ത് സഹായമാണ് ഈ പരമ്പരാഗത വ്യവസായ രംഗത്തിന് വേണ്ടി സർക്കാർ ചെയ്യുന്നതെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ബാങ്കുകൾ നിർദ്ദേശം പാലിക്കുന്നില്ല എന്ന് സർക്കാർ പറയുമ്പോൾ ഈ വ്യാപാരികൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞതുപോലെ 30ഓളം വീടുകളാണ് കൊല്ലം ജില്ലയിൽ മാത്രം ജപ്തിയായി പോയത്. ഏത് തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ഈ രംഗം കടന്നു പോകുന്നത്? പ്രതിസന്ധി എന്ന് പറയുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ കശുവണ്ടി വ്യവസായം നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബാങ്കിൻ്റെ ഇത്തരത്തിലുള്ള പ്രവണത കൊണ്ട് ഏറ്റവും താഴ്ത്തട്ടിൽ കിടക്കുകയാണ്. ഈ കശുവണ്ടി വ്യവസായികൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഇരട്ടിയിലധികം തുക ബാങ്കുകൾ തിരിച്ച് ഇൻട്രസ്റ്റായിട്ട്, അതുപോലെ അവരുടെ പ്രോസസ്സിങ് ഫീ, പിന്നെ സർവീസ് ചാർജ്, കമ്മീഷൻ, ഇത്തരത്തിലൊക്കെ അവർ പിടിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ പറയുകയാണെങ്കിൽ ഈ കശുവണ്ടി വ്യവസായം എന്ന് പറയുമ്പോഴത്തേന് ഒരു വ്യവസായി ആണെങ്കിൽ ബാങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യമായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് ഇരി സാർ, നിങ്ങൾ ഏത് ബാങ്കിലാണ് അക്കൗണ്ട്, അവിടുന്ന് മാറിയിട്ട് ഇങ്ങോട്ട് മാറിക്കൂടെ എന്നുള്ള രീതിയിലുള്ള പ്രവണതയായിരുന്നു ഒരു 4-5 കൊല്ലം മുമ്പ് വരെ ബാങ്കുകൾ സ്വീകരിച്ചിരുന്നത്. അതായത് വലിയ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു വ്യവസായ രംഗമായിരുന്നു ഈ രംഗം എന്ന് പറയുന്നത്. ആദ്യം പ്രിഫറൻസ് എന്ന് വെച്ചാൽ ബാങ്കുകൾ തന്നുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കശുവണ്ടി വ്യവസായികൾക്കാണ്. ഇത്തരത്തിലാണ് അവർ പെരുമാറിയിരുന്നത്. ആ സ്ഥാനത്ത് ഇപ്പം ഞങ്ങളെ കാണുമ്പോഴത്തേന് എന്തോ അയിത്തക്കാരായിട്ടാണ് ബാങ്കുകാരിപ്പോൾ കാണുന്നത്, കശുവണ്ടി വ്യവസായികളെ കാണുന്നത്. അത് ഞങ്ങൾ കശുവണ്ടി വ്യവസായികളുടെ കുഴപ്പം കൊണ്ടല്ല ഇത് സംഭവിച്ചത്. ആദ്യമായിട്ടുണ്ടാകുന്നതെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് ഡ്യൂട്ടി നടപ്പിൽ വരുത്തി. അതായത് 1 കോടി രൂപയുടെ തോട്ടണ്ടി ഞങ്ങൾ എടുക്കുമ്പോഴത്തേന്
13 ലക്ഷം 14 ലക്ഷം രൂപ അന്നത്തെ വാറ്റും ഡ്യൂട്ടിയായിട്ട് ഞങ്ങൾ അടയ്ക്കണമായിരുന്നു. അതിനനുസരിച്ച് മാർക്കറ്റിൽ പരിപ്പിന് വില കിട്ടത്തില്ല. അന്ന് തുടങ്ങി ഞങ്ങളുടെ ഈ ദയനീയ അവസ്ഥിതി. അതേ തുടർന്നാണ് സാർ നേരത്തെ പറഞ്ഞത് 30 അല്ല, അതിൽ പുറത്തൊക്കെയാണ് വീടുകളും വ്യവസായികളുടെ വസ്തുക്കളും ഒക്കെ പിടിച്ചിട്ട് മാത്രമല്ല ആത്മഹത്യ പോലും ഉണ്ടായെന്ന് പറയുന്നു. 6ഓളം ആത്മഹത്യകളുണ്ടായി ഈ കാരണത്താൽ മനം നൊന്ത്. ആ വിഷമസ്ഥിതിയിലൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞങ്ങളിതൊന്നും അല്ല, നൂറുകണക്കിന് ആളുകൾ ഇതറിഞ്ഞുകൊണ്ട് ഇപ്പോൾ വരും, ബാങ്കുകാർ വരുന്നതിനനുസരിച്ച് വരും. എവിടെ വന്നാലും ഞങ്ങൾ നൂറുകണക്കിന് ആളുകളും കാണും, ഇതുപോലെ ഞങ്ങളുടെ തൊഴിലാളികളും കാണും ഇത് പ്രതിരോധിക്കാൻ വേണ്ടി. അതിലേക്കാണ് നമ്മൾ വരുന്നത്. കാരണം ഇവിടെ വ്യാപാരികൾ മാത്രമല്ല ഈ വീടിന് മുന്നിൽ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നത്. നമുക്ക് കാണാം സ്ത്രീ തൊഴിലാളികൾ ഒരുപാട് വീടുകളിൽ അടുപ്പെരിയുന്നത് ഈ തൊഴിൽ മേഖല കൊണ്ടാണ്. അവിടെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന തൊഴിൽ അത് വളരെ വലിയ കാര്യമാണ്. നമുക്കറിയാം കൊല്ലം ജില്ലയിൽ എത്രമാത്രം സ്ത്രീകളാണ് ഇങ്ങനെ കശുവണ്ടി ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നത് എന്ന കാര്യം. ഇപ്പോൾ ഇവരെല്ലാം വന്നു നിൽക്കുന്നത് തൊഴിൽ നഷ്ടത്തിൻ്റെ ഭാഗമായാണ്. ഇത്രയും വീടുകൾ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ വീട്ടിലെ ആളാണ് നിങ്ങളുടെ ഓണർ, മുതലാളി. അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ ഏത് നിമിഷവും ജപ്തിയാവുമെന്നുള്ള അവസ്ഥയിലാണ്. നമ്മുടെ ജീവിതവും പ്രതിസന്ധിയിലേക്കാണ്. അതെ, നമ്മളെ ജീവിതം പ്രതിസന്ധിയിലേക്കാണ്. 10 കൊല്ലം കൊണ്ട് ഞങ്ങൾ സാദിഖ് സാറിൻ്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. കോവിഡ് വന്നതിന് ശേഷം ഇന്ന് വരെ നമുക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ കയറി ഇറങ്ങിയ ഇന്നലെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് ഇന്നതുപോലെ സാറിൻ്റെ വീട് ജപ്തിയാവുന്നെന്ന് പറയുന്നു. ആ ജപ്തി എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു വലിയ വിഷമമായി. അതുകൊണ്ട് ആ ജപ്തി നടുവൊന്ന് ഒഴിവാക്കിക്കൊണ്ട് വീട് വിൽപ്പന നടക്കുന്നിടം വരെ ഞങ്ങൾ. എത്ര വീടുകളാണല്ലേ ഇതുകൊണ്ട് കഴിയുന്നത്? ഒരുപാട് വീടുകൾ ഇതുകൊണ്ടാണ് കഴിയുന്നത്. ഇപ്പം ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ ജീവിതം. എല്ലാവരും പട്ടിണിയിലാണ്. സാറിൻ്റെ സങ്കടം കണ്ടുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ ഈ വീട്ടുകാരും ഒക്കെ പ്രതിസന്ധിയിലാണ്. എങ്ങോട്ട് പോകുമെന്നറിയാതെ അങ്ങോട്ട് പോകണമെന്നറിയാൻ നിൽക്കുക. അവിടെ വിഷമത്തില്ല. എങ്ങനെയാണ് ഇവിടെ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെ? ഇവിടെ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെ ഞങ്ങൾ കഴിയുന്നത്. എന്ത് പറയുന്നു, ഇതിങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ തൊഴിലും ഒക്കെ ബാധിക്കും? പിന്നെ ബാധിക്കും. ആ ജോലി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ തൊഴിലുറപ്പിനൊക്കെ ഞങ്ങൾ പോയി എന്നുള്ള കഴിയുന്നത്. സാറിന് ഇതൊരു വിഷമം വന്നപ്പോൾ ഞങ്ങൾ നീട്ടി കൊടുക്കണം മുതലാളിക്ക്. കുറച്ചൊരു സാവകാശമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് കൂടുതൽ സമയം കിട്ടുമായിരുന്നു ഈ ജപ്തി ഒഴിവാക്കാൻ. കിട്ടുമായിരുന്നു. കുറച്ച് സമയം കൂടെ കൊടുക്കണം. അപ്പോൾ ഇത് വിറ്റിട്ടില്ല ഞങ്ങൾക്കുള്ളതും തരാൻ പറ്റും, സാറിനുള്ളതൊക്കെ പറ്റും. ഇതിപ്പം നിങ്ങൾ മാത്രമല്ല, ഈ കൊല്ലം ജില്ലയിൽ ധാരാളം സ്ത്രീകൾ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം ഒരുപാട് ഫാക്ടറികൾ പൂട്ടിപ്പോവുകയാണ്. അതെ, ഇന്നലെയും കുറേ പേര് ഇവിടെ വന്നിട്ട് അവർ തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾ ഇന്ന് വന്നു. അങ്ങനെ ദിവസേന ഇവിടെ വരുന്നുണ്ട്. വരുന്നവർ തിരിച്ചു പോവുക. ഇപ്പോൾ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നു. അന്നേരം ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് എന്തുവാന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വിറ്റേ ഞങ്ങൾക്കും തരാൻ പറ്റത്തുള്ളൂ. ഈ വീട്ടിലെ പുരുഷന്മാർ വിൽക്കുന്നത് വേറെ ഒരു സാവകാശം കൊടുക്കണം. അത് നമുക്ക് പറയാനുള്ളത്. ഈ വീട്ടിലെ പുരുഷന്മാർ കൊണ്ടുവരുന്ന പോലെ തന്നെ നമ്മുടെ വരുമാനം കൂടെ ചെന്നാൽ നമുക്കും അങ്ങനെ കഴിഞ്ഞു പോയല്ലേ നമ്മൾ. അതുകൊണ്ട് ഒരു കൊടുത്താൽ ഞങ്ങൾക്കും നല്ലതല്ല. അവർക്ക് ഈ കുടിപ്പണി ഇപ്പോൾ ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഈ തൊഴിലുറപ്പിന് പോകുന്നത് നമുക്ക് അതാത് ആഴ്ചയിൽ വീഴത്തുള്ളൂ. 2 ആഴ്ച കൂടുമ്പോഴേ നമുക്ക് ആ ശമ്പളം വീഴത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മളും കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളും ഇവിടെ വന്ന് നിൽക്കുന്നത്. വലിയ പാടിലൊക്കെയാണ് നീങ്ങുന്നത്. കമ്മിറ്റിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടാണ് കഴിഞ്ഞു പോവാൻ. കമ്മിറ്റിക്ക് കൊടുക്കുന്ന കാരണം ഒരു കമ്മിറ്റി അല്ല 2-3 കമ്മിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഭയങ്കര പാടാണ്. മാത്രമല്ല ഈ കുട്ടികളുടെ പഠിത്തം, കല്യാണ ചെലവ്, ചികിത്സയൊക്കെ ഉണ്ട്. ഫീസൊക്കെ അടയ്ക്കണം. ട്യൂഷനൊക്കെ പോകുന്ന പിള്ളേർ അവർക്കുള്ള ഫീസ് അടയ്ക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര പാടുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഈ തരത്തിലാണ്. അതായത് എത്ര കുടുംബങ്ങളെയാണ് ഒരു ജപ്തി ബാധിക്കുന്നതെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്നത് പോലെ 30-ലധികം ജപ്തികൾ സംഭവിക്കുമ്പോൾ ആളുകൾ എത്രമാത്രം ബുദ്ധിമുട്ടിലാകുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ഒരു ശക്തമായ ഇടപെടലാണ് ആവശ്യപ്പെടുന്നത്. കാരണം തോട്ടണ്ടിയുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, ഒരു കാലത്ത് വലിയ ക്ഷാമമുണ്ടായിരുന്നു. ഈ തൊഴിൽ മേഖല കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ പേരിൽ നടന്ന അഴിമതിയുടെ കുറേ കാര്യങ്ങൾ പുറത്തു വന്നു. CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ആത്യന്തികമായി ബാധിക്കുന്നത് വ്യാപാരികളെയാണ്, ഈ തൊഴിൽ മേഖലയാണ്. നിഷ്ക്രിയ ആസ്തികളായാൽ പോലും കൂടുതൽ നടപടികളിലേക്ക് ബാങ്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. അത് ഒരു ബാങ്കല്ല, എല്ലാ ബാങ്കുകളും പോകുന്നു. അതെ, എല്ലാ ബാങ്കുകളും ഇപ്പം ബാങ്കുകളുടെ നമ്മൾ എടുത്ത ലിമിറ്റാണെങ്കിൽ ഓക്കെ. ഇപ്പോൾ സർക്കാർ ഇറക്കിയ ജിയോ പ്രകാരം 50%-മോ 60%-ലോ ബാങ്കുകൾ സെറ്റിൽ ചെയ്ത് കൊടുത്താൽ ഓക്കെ. ഇവർ FITL GECL എന്നുള്ള പല പേരുകൾ ഇട്ടിട്ട് വ്യവസായികളെ
കൊള്ളയടിച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന ലിമിറ്റ് ഡബിൾ ആക്കിക്കൊണ്ട് ഇപ്പോൾ 1 കോടി രൂപ ലിമിറ്റ് എടുത്ത ആൾക്ക് GECL FITL എന്നൊക്കെ പറഞ്ഞിട്ട് 1,60,00,000 ആക്കും. അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ 80 ലക്ഷം. അപ്പോൾ യഥാർത്ഥത്തിൽ എടുത്ത് 1 കോടിയാണെങ്കിൽ അതിൻ്റെ 50% ആകുമ്പോൾ 50 ലക്ഷമാണ് വരേണ്ടത്. അപ്പോൾ 30 ലക്ഷം രൂപ അധികമായി വേറെ പേരുകൾ പറഞ്ഞ് ഈടാക്കി വ്യവസായികളെ ചൂഷണം ചെയ്യുകയാണ് ബാങ്കുകൾ. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർഫേസി ആക്ട് കേന്ദ്ര നിയമപ്രകാരം വന്നിരിക്കുന്ന കാര്യമാണ്. അതിവിടെ നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. ബാങ്കുകൾ ഈ വ്യവസായത്തിനുണ്ടായ മൊത്തത്തിൽ എല്ലാ വ്യവസായികളെയും ഒരുപോലെ ബാധിച്ച കാര്യമായതുകൊണ്ട് അതിന് വേണ്ട വിധം സർക്കാർ പരിഗണിച്ച്, ഇത് സർക്കാർ സിക്ക് ഇൻഡസ്ട്രിയായി ഓൾറെഡി പ്രഖ്യാപിച്ചതാണ് ക്യാഷ് ഇൻഡസ്ട്രി. അതിന് വേണ്ട പരിഗണന നൽകി ബാങ്കുകളും അത് ഉൾക്കൊണ്ട് നമുക്ക് വേണ്ട സഹായങ്ങൾ നൽകി പുനരുദ്ധരിച്ചാൽ മാത്രമേ കശുവണ്ടി വ്യവസായം കേരളത്തിൽ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി കേരളത്തിൻ്റെ ആഭ്യന്തര വിപണി നശിച്ചു പോകത്തതേ ഉള്ളൂ. നമുക്ക് ഒരിക്കൽ കൂടി വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഒരു കുടുംബം കഴിയുന്ന വീടാണ്, അവരുടെ തലമുറയായി ലഭിച്ച അവരുടെ തറവാട് വീടാണ്. ആ വീടാണ് ഇപ്പോൾ ജപ്തിയായി പോകുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ബോധപൂർവം ആരെങ്കിലും എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാക്കുന്നതിൻ്റെ പേരില്ല. കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആ സമയത്ത് എല്ലാ മേഖലകളും തകർന്നു തരിപ്പണമാകുന്ന സാഹചര്യമുണ്ടായി. അതിൽ നിന്ന് കരകയറാത്ത എത്രയോ അധികം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് ഈ കശുവണ്ടി വ്യവസായികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ ബാങ്കുകൾ ഏകാധിപത്യപരമായി പെരുമാറുന്നു, അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശം പാലിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ സർക്കാർ ഇടപെടലുകൾ പോലും വൈകുന്നു എന്ന തരത്തിലുള്ള പരാതികൾ ഉയർന്നു വരുന്നു. മറ്റൊരു വ്യവസായി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. താങ്കളും ഇതേ സമാനമായ സാഹചര്യത്തിലാണോ ഇപ്പോൾ നിൽക്കുന്നത്? തീർച്ചയായിട്ടും സമാനമായ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ബാങ്കുകളുടെ വളരെയധികം പ്രഷറൈസ് ചെയ്തിട്ടുള്ള നടപടികളിൽ കൂടിയാണ് ഇപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം മോശമായ ഒരു സാഹചര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു അടിയന്തരമായി ഒരു പ്രത്യേക പാക്കേജ് ഈ കശുവണ്ടി മേഖലയ്ക്ക് മൊത്തം ആയിട്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി യോജിച്ചും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ഈ ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിക്കാനും ഞങ്ങളിൽപ്പെട്ട തൊഴിലാളികൾക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു 2-3 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഇത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്നത്. ആ രീതിയിൽ തൊഴിൽ മേഖല ഉണരുകയും അതുവഴി നമ്മൾ സാമ്പത്തിക മേഖലകൾക്ക് കുറച്ചും കൂടി ഉന്മേഷം കിട്ടുകയും അതുവഴി വ്യവസായം നടത്തി ബാങ്കിന് അടയ്ക്കാനുള്ള തുക മൊത്തം തിരിച്ചടയ്ക്കാനും പറ്റും. അതിനൊരു സാവകാശം മാത്രമാണ് ഞങ്ങളിപ്പം ആവശ്യപ്പെടുന്നത്. ആ സാവകാശം തന്നു കഴിഞ്ഞാൽ ഈ വ്യവസായ മേഖലയാണ് രക്ഷപ്പെടുത്താനായിട്ട് ഉള്ള രീതിയിലേക്ക് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പാക്കേജ് അത്യാവശ്യമായി അടിയന്തരമായി ഗവൺമെൻറ് നടപ്പാക്കുക തന്നെ വേണം. ഇത് ഗവൺമെൻറ് മനസ്സിലാക്കുകയും ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടും ഈ വ്യവസായികളുടെ ദുരിതങ്ങളും മനസ്സിലാക്കി ബാങ്കുകൾ സഹകരിക്കുകയും ചെയ്താൽ നമ്മുടെ ഈ വ്യവസായം രക്ഷപ്പെടുകയും ഇത്രത്തോളം കുടുംബങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് മാധ്യമങ്ങളും കൂടി രംഗത്തുണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 850 ഫാക്ടറികളെന്ന് പറയുന്നത് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ അതോ നേരത്തെ ഉണ്ടായിരുന്നതാണോ? ഇപ്പോൾ നിലവിൽ എത്ര പ്രവർത്തിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഈ ഫാക്ടറികൾ 850 ഫാക്ടറികൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് ഒരു സമയത്ത്. അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല തെറ്റായ നയങ്ങൾ വന്നതോടുകൂടിയാണ് ഈ ഫാക്ടറികൾ പൂട്ടാനുള്ളൊരു സാഹചര്യം വന്നത്. അതിനുശേഷം ഇപ്പം ഏകദേശം ഒരു 10% ഫാക്ടറികൾ മാത്രമേ ഇപ്പം വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനതയാണ് ഇപ്പം കൊല്ലത്തുള്ളത്. ഇവിടെ ഒരു ജപ്തി നടന്നപ്പോൾ കേട്ടതാണ്. രഘു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ വസ്ത്രവും പഠനോപകരണങ്ങളും എല്ലാം ആ വീട്ടിൽ ഉള്ളപ്പോഴാണ് ആ വീട് ബാങ്ക് പൂട്ടിപ്പോയത്. അതായത് അവരുടെ വസ്ത്രം പോലും അവർക്ക് എടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. അത്രയും ഒരു ക്രൂരമായ നടപടികളിലേക്ക് കൂടി പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, അവർക്ക് ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ വരുന്നവർക്ക് യാതൊരു ദാക്ഷിണ്യവുമില്ല. എങ്ങനെ ആരെയും ദ്രോഹിക്കുക എന്നുള്ളതാണ് പറ്റിപ്പോയെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ തെറ്റായ നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യൂട്ടി ആയിരുന്നു, അതിനുശേഷം നോട്ട് നിരോധനം വന്നു, അതിനുശേഷം ലോകത്ത് പടർന്നു പിടിച്ച മഹാമാരി കൊറോണ, അതുപോലുള്ള രംഗങ്ങളൊക്കെ വന്നപ്പോഴത്തേന് ഒരുപാട് വ്യവസായങ്ങളൊക്കെ പൂട്ടിയെങ്കിലും കശുവണ്ടി ഇത്രയും നാളെങ്കിലും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അതിന് ഞങ്ങളെ സഹായിക്കുന്നതിന് പകരം ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്കീമൊക്കെ OTS സ്കീമൊക്കെ പ്രഖ്യാപിച്ചുവെങ്കിലും ബാങ്ക് അത് നടപ്പിൽ വരുത്താതെ പിന്തിരിഞ്ഞ് നിൽക്കുന്നതാണ്. എൻ്റെ ഒരു സുഹൃത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ FITLും
അതുപോലെ ECG എന്നൊക്കെ പറഞ്ഞ ആ സ്കീമിലൊക്കെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ 1 കോടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് 2 കോടിയാക്കും. ആ 2 കോടി ആക്കുന്നതെന്ന് വെച്ചാൽ 1 കൊല്ലം പലിശ മുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ആകുമ്പോഴത്തേന് 2 കോടി എന്നാണ് അവർ പറയുന്നത്. ചോദിക്കുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് തരാമെന്ന്. 1 കോടിയുടെ കൂടെ 1 കോടിയും കൂടെ ആക്കി വെച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് തരാം. എന്നിട്ട് പറയും നിങ്ങൾ അതിൻ്റെ 1.5 കോടിയാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറും ക്രൂരമായ നിലപാടാണ് ചില ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ശരി, കാനറ ബാങ്ക് ഒരു ഇതൊക്കെ സ്കീം തരാമെന്ന് പറയുന്നത്, എന്നാലും അവർ ഈ പറയപ്പെട്ട രീതിയിലുള്ള സമീപന രീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ അനുഭവിക്കുന്ന വേദനകൾ നിങ്ങളെപ്പോലുള്ള മീഡിയകളിൽ ജനങ്ങളുടെ മുമ്പിലും ഉദ്യോഗസ്ഥരുടെ മുമ്പിലും ബാങ്ക് ഉദ്യോഗസ്ഥരുടെ മുമ്പിലും രാഷ്ട്രീയ നേതാക്കളുടെ മുമ്പിലും മന്ത്രിമാരുടെ മുമ്പിലും ഒക്കെ കൊണ്ടുവന്നെങ്കിൽ ഞങ്ങൾ ഈ കുറേ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ദുരിതത്തിന് മാറ്റം വരുത്തുള്ളൂ. ഈ ഒരു ഫാക്ടറിയിൽ ഏതാണ്ട് 100ഓളം വനിതാ ജീവനക്കാരെങ്കിലും ഉണ്ടാവണമല്ലോ. ഇത്രയും ആളുകൾക്ക് തൊഴിൽ നൽകിയിട്ടുള്ള വ്യക്തി ദൈനംദിന ആവശ്യത്തിനുള്ള വരുമാനം പോലും ഇല്ലാതെ അതിഭീകരമായി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമാണോ? ഇവർക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത നിലയിലേക്ക് പോവുകയാണോ? അതെ സാർ, ഇപ്പം ഞങ്ങളിപ്പം 1000 രൂപ കാശ് പോലും എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും ചോദിച്ചാൽ പോലും ഞങ്ങളുടെ ഈ കടങ്ങൾ കിടക്കുന്ന കാരണത്താൽ ആരും തരാൻ തയ്യാറല്ല. അത്രമാത്രം ഞങ്ങളെ വിഷമിപ്പിക്കുന്നതിനും ഞങ്ങളെ അപമാനിക്കുന്നതിനും വേണ്ടി ബാങ്കുകൾ ഞങ്ങളുടെ വീടുകളുടെ മുമ്പിൽ, ഞങ്ങളുടെ സ്വത്തുവകകളുടെ മുമ്പിൽ നോട്ടീസ്, ഇതുപോലുള്ള ജപ്തി നടപടികൾ, പൊസഷൻ ഡെപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ കാണിച്ചു കഴിയുമ്പോഴത്തേനും ഞങ്ങളെ അപമാനിച്ച് അങ്ങേയറ്റത്തെ ആൾക്കാരായിട്ടിരിക്കുക. ഞങ്ങൾ അതുപോലെ ബാങ്കുകാർ തന്നെ ഈ ഗുണ്ടകളെ പോലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ ആൾക്കാരെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഞങ്ങളെ ഉപദ്രവിച്ചിട്ട് അതിക്രമിച്ചകത്ത് കയറുക, എന്നിട്ട് പൂട്ടിയിട്ടിരിക്കുക. അതുപോലെ അവർ വരുന്നതിനോടൊപ്പം തന്നെ ഈ വസ്തു ഏജന്റന്മാരെ കൊണ്ടുവരുന്നുണ്ട്, വസ്തു കൊടുക്കാനുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അതിൽ നിന്നെല്ലാം അവർക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റും അവർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. കാരണം ഞങ്ങൾ തന്നെ ഏതെങ്കിലും രീതിയിൽ മറിച്ച് ഇത് കൊടുത്തിട്ട് ബാങ്കിൻ്റെ കടം തീർക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേന് 1 കോടി രൂപ വിലയുള്ള വസ്തുവിന് 25 ലക്ഷം രൂപയ്ക്ക് വേറെ ആളെ ഒപ്പിച്ച് വെച്ചിട്ടായിരിക്കും അവർ വരുന്നത്. എങ്കിൽ ഞങ്ങൾ 25നോ 35നോ എടുക്കാൻ തയ്യാറാണ്. അത് ബാങ്ക് അംഗീകരിക്കത്തില്ല. അവർ പറയുന്നത് അങ്ങനല്ല, ഇത് ഞങ്ങളുടേതായിപ്പോയി, ബാങ്കിൻ്റെ ആയിപ്പോയി. വ്യവസായം ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ മൂലം വ്യവസായം ചെയ്ത് നഷ്ടപ്പെട്ടപ്പോഴത്തേന് അത് അവരുടേതായി, ബാങ്കിൻ്റെതായി എന്നുള്ളൊരു നിലപാടിലുള്ള ക്രൂരമായ സമീപന രീതികളാണ് ബാങ്ക് മാനേജ്മെന്റ്. പിടിച്ചുപറി സംഘം എന്ന് തന്നെ. അതെ, പിടിച്ചുപറി സംഘം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ സാറിനോട് സൂചിപ്പിച്ചല്ലോ, 1 കൊല്ലം 1 കോടി രൂപ പലിശ മുടങ്ങിക്കഴിഞ്ഞാൽ 2 കോടിയായി എന്നുള്ളൊരു നിലപാടിലോട്ടാണ് അവർ സ്റ്റേറ്റ്മെൻറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് കോടതി പോലും ഈ സർഫാസി ആക്ട് പ്രകാരം പറയാൻ കഴിയുന്നില്ല. പറഞ്ഞാൽ കോടതി പോലും അത് അംഗീകരിക്കുന്നില്ല. കോടതിയും അവർക്ക് അനുകൂലമായ ഒരു രീതിയിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾ വ്യവസായികൾക്കും തൊഴിലാളികൾക്കുമുണ്ട്. അതാ നമുക്ക് ഒരു ദൃശ്യം കൂടി കാണാം. അതായത് ഒരു ഭിന്നശേഷിക്കാരനായ വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഈ വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തിന് മറ്റൊരാളുടെ സഹായമില്ലാതെ സഞ്ചരിക്കാൻ പോലും, പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഇങ്ങനെ ഒരു ആളുകൾ കൂടി ഈ പ്രതിസന്ധിയുടെ വലയത്തിൽ പെട്ടുപോകുന്നു എന്നതാണ്. ഇപ്പോൾ എത്ര രൂപയാണ് ബാധ്യതയുള്ളത്? വീട് ജപ്തി ഭീഷണിയിലാണോ? അതെ, എനിക്ക് 40 ലക്ഷമാണ് ലിമിറ്റ് നിൽക്കുന്നത്. അത് നമ്മൾ അടയ്ക്കാൻ നമ്മൾ സാധ്യതയാണെങ്കിൽ സമയം കിട്ടണം. ബാങ്ക് നമുക്ക് പരമാവധി സമയം തരണം. സമയത്തിനുള്ളിൽ അത് സെറ്റിൽമെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് വ്യവസായം ഇല്ല, വ്യവസായം പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പരിപ്പെടുത്തിട്ട് ഇവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്നത്? പ്രോസസ്സിംഗ് ആയിരുന്നു. ഞാൻ ഇവിടെ നിലവിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ ഒരു പിന്നെ കൊറോണയും കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് ഒരുപാട് പൈസ നഷ്ടം വന്നിട്ട് 56 ദിവസം ലോക്ക്ഡൗൺ ആയിരുന്നു. പരിപ്പൊക്കെ ഒരുപാട് ഗോഡൗണിൽ സ്റ്റോക്കായിരുന്നു. അപ്പോൾ അതൊക്കെ വൈറ്റ് പരിപ്പൊക്കെ ഒന്ന് റെഡ് കളറായി പോയി. അപ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞ വില പോലും കിട്ടിയില്ല. കിട്ടിയ കാശിനെടുത്ത് കൊടുത്ത് അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലായി ഇങ്ങനെ നിൽക്കുകയാണ്. ബാങ്കിനോട് സമയം ചോദിച്ചിട്ടുണ്ട്. ബാങ്ക് സമയം തരണം. വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? വീട്ടിൽ ഞാനും വൈഫും ഒരു മോനും ഉമ്മയും മാത്രമാണ്. വാപ്പയില്ല, വാപ്പ മരണപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വരുമാനത്തിലാണ് വീട് കഴിഞ്ഞു പോകുന്നത്. ഇത് ജപ്തിയായി പോയി കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ വേറെ സ്ഥലം ഇല്ല. നമുക്ക് ആകെയുള്ളൊരു ഇതാണ്. ഇതിൽ സംഘടനാ നേതൃത്വത്തിൻ്റെ ശക്തമായ ഇടപെടൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ സംഘടനാ ഭാരവാഹി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുജിൻ, ഇതിപ്പോൾ ഈ ഇത്രയും അധികം വ്യാപാരികൾ അവരുടെ പ്രതിസന്ധി പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് സർക്കാരിൻ്റെ പോലൊരു മറുപടി വരുന്നത്. അതിനേക്കാൾ അതിഭീകരമാണ് ബാങ്കുകൾ കാണിക്കുന്ന ക്രൂരത. കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ചിറ്റമ്മ നയമെന്നോ അല്ലെങ്കിൽ ഒരു വ്യവസായത്തെ തകർക്കുന്ന നിലപാടെന്നോ, അത് മറുവശത്ത് വേറൊരു ഭാഗത്ത് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത നിലയിലാണ്.
തീർച്ചയായിട്ടും നമ്മൾ ഈ വ്യവസായം ഇനി ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ്. കാരണം കശുവണ്ടി പ്രോസസ്സിങ് ഇവിടെ നടന്നാൽ മാത്രമേ ഈ ഇരിക്കുന്ന മറ്റ് വ്യവസായികൾക്കെല്ലാം ഒന്നീ കശുവണ്ടി വാങ്ങുകയോ അല്ലെങ്കിൽ പരിപ്പ് വാങ്ങുകയോ ചെയ്ത് തരംതിരിച്ച് പുറത്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ നിയമം വെച്ച് ടാക്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ വെച്ച് ഒരു കാരണവശാലും മറ്റ് സംസ്ഥാന ഈ കൂലിയുടെ വ്യത്യാസമെല്ലാം വെച്ച് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ചെയ്യുന്നത് വളരെ പ്രയാസകരമായിരിക്കും. അപ്പോൾ അത് കാരണത്താൽ ഒരു കാരണവശാലും ഇവിടെ ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല. ഇന്ന് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ സംഘടനയുമായി മുന്നോട്ട് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഈ തൊഴിലാളികളും ഈ മറ്റ് വ്യവസായികളും എല്ലാം നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ അമ്മയെ എനിക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. ഈ അമ്മ ഏതാണ്ട് 75 വയസ്സോളം പ്രായമുണ്ട്. അവരുടെ ഏതാണ്ട് 60 വർഷം ഈ കശുവണ്ടി മേഖലയിൽ ഈ അമ്മയ്ക്ക് ജോലി ചെയ്ത് പരിചയമുണ്ട്. അവർ 15 വയസ്സിൽ ഈ മേഖലയിൽ ഇറങ്ങിയ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ച മോനെ ഞാൻ ഈ പ്രായത്തിൽ ഇനി എവിടെ ജോലിക്ക് പോകും? ഒരു ചെറുപ്പമാരെങ്കിലും തുണിക്കടയിലോ മറ്റോ കാര്യങ്ങളിലോ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാമായിരുന്നു. എനിക്ക് മരിക്കുന്നവരെ ആരെയും ആശ്രയിക്കാതെ തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അന്ന് ആ അമ്മയുടെ പ്രതികരണം കൂടി തേടിയിട്ട് വരാം. എത്ര വർഷമായി കശുവണ്ടി മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്? 30 വർഷമായി. 30 വർഷമായി. നമ്മുടെ വീട് എവിടെയാണ്? മാമ്പഴയാണ്. ഒരുപാട് കമ്പനികളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്തോണ്ടിരുന്ന ഒരാളെ കമ്പനി ജോലിക്ക് വന്നു. ഇവിടെ നിന്ന് ജോലി ചെയ്തോണ്ടിരുന്നത് ഇപ്പം കടത്തിലായതിൻ്റെ പേര് മലയാളി കട്ടത്തില്ല. അതുകൊണ്ട് ഗവൺമെൻറ് വന്ന് ഇത് പൂട്ടിയാലും വിറ്റെല്ലാം തരാനൊക്കെ എത്തുള്ളൂ. അപ്പോൾ ഈ മുമ്പ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഫാക്ടറികളൊക്കെ പൂട്ടിപ്പോയോ? പിന്നെ എത്ര എണ്ണം പൂട്ടിയിട്ടേക്കുന്നു. നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാ പൂട്ടിയപ്പോൾ അവർ കയറി അടിക്കാൻ നിൽക്കും. അവർ തുടങ്ങുമ്പോൾ നമുക്ക് കയറി ജോലി ചെയ്യുക. ഇപ്പം എനിക്ക് പോച്ച വരയ്ക്കാൻ നടക്കുക. എന്തോ ചെയ്യും, എൻ്റെ ജോലിയുണ്ടോ? എല്ലാം പൂട്ടിയിട്ടേക്കുക. പിന്നെ കടം കയറുന്നതിന് കുറ്റമുണ്ടോ മുതലാളിമാർക്ക്? പരസ്യക്കെടുത്തല്ലേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളിപ്പോൾ എന്തോ ചെയ്യാൻ? മാത്രമല്ല അമ്മയുടെ പ്രായത്തിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ജോലി ചെയ്തിട്ടുണ്ടാവും. അമ്മയ്ക്ക് ശേഷമുള്ള തലമുറയിലെ സ്ത്രീകൾ ജോലി ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഈ പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് ജോലി ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. പിന്നെ അല്ലയോ ഇപ്പം അവർ പോച്ച വരയ്ക്കാനൊക്കെ നടക്കുക. വേറെ പ്രായമുള്ളവരെല്ലാം വീട്ടിൽ കുത്തിയിട്ട് ഓരോത് ഏതാണ്ട് മുതലാളിയുടെ വിഷമം നമുക്കറിയാം. സംഘം വന്നപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് പിന്നെ ഇത് വിറ്റിട്ട് വേണം പിന്നെ കടങ്ങളൊക്കെ തീർക്കാം. അതുവരെ സമയം കൊടുക്കണം മുതലാളിക്ക്. അതേ നമുക്ക് പറയാനുള്ളത്. ഇതൊരു വലിയ വരുമാനമാണല്ലേ? സ്ത്രീകൾ കൂടെ ഒരു വരുമാനം വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അത് ജോലി ഉണ്ടെങ്കിലല്ല വരുമാനം കിട്ടത്തുള്ളൂ. ഇല്ല വന്നാൽ എന്തോ ചെയ്യാനാ? മുതലാളി ഇപ്പം കടത്തില്ല. നമ്മളിപ്പം വല്ലതും ചെയ്യാനൊക്കെ. പിന്നെ അത് ഏതെങ്കിലും വെച്ച് അത് ഗവൺമെൻറ്റിന് കൊടുത്താലേ അത് തീർക്കാനൊക്കത്തുള്ളൂ. ഇപ്പം വന്ന് ഇലക്ഷൻ സമയമൊക്കെ ആകുമ്പോഴേ എല്ലാ രാഷ്ട്രീയക്കാരും ഒക്കെ ഇങ്ങനെ ഫാക്ടറികളിൽ വരുമല്ലോ. അവരൊക്കെ എന്താ പറയുന്നത്? ഇങ്ങനെ എന്തുവാ പറയുന്നത്? നമ്മളിപ്പോൾ ഈ വയസ്സ് തന്നെ 17 വയസ്സായി. നമ്മൾ എവിടെ ജോലിക്ക് പോകാനാ? ഇപ്പം കണ്ണ് ഓപ്പൺ ചെയ്ത് കണ്ണുകൂടെ വെള്ളം എടുക്കുന്നില്ലേ? കണ്ണ് ഓപ്പൺ ചെയ്ത് നിൽക്കുക. അവരെല്ലാം കൊണ്ടുവന്ന് ചിലവാക്കിയതാ. പിന്നെ നമ്മൾ പറയാനുള്ള എല്ലാം വീട്ടിൽ മക്കളുണ്ട്. 3-4 മക്കളുണ്ട്. ഈ 30 വർഷമായിട്ട് ഈ ജോലിയിൽ ആയിരുന്നു അല്ലേ? ആയിരുന്നു. എവിടെയൊക്കെ ഏതൊക്കെ പോകുന്നില്ല. എത്ര ഫാക്ടറികളിൽ പോയിട്ടുണ്ട് ജോലിക്ക്? ഒരു കമ്മിലേ പോയിട്ടുള്ളൂ. ഈ കമ്മിലേ പോയിട്ടുള്ളൂ. 30 വർഷമായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യാണ്. മുതലാളി പൂട്ടിക്കെട്ടി കടത്തിലായപ്പം പിന്നെ എങ്ങോട്ട് പോകാനാ? എങ്ങും പോക്കില്ല. ഈ നിലയ്ക്കാണ്, അതായത് നമ്മൾ കേൾക്കുന്നത് ഈ ഒരു വ്യാപാര മേഖല തകരുമ്പോൾ അവിടുത്തെ വ്യാപാരികളെ മാത്രമല്ല അത് ബാധിക്കുന്നതിൻ്റെ തെളിവാണ് ഈ കൂടിയിരിക്കുന്ന സ്ത്രീകൾ. ഇവർ ജോലി ചെയ്യുന്ന വരുമാനം കൂടി ഇവരുടെ വീടുകളിലേക്ക് എത്തുന്നു. അവരുടെ വീട്ടിലെ ദൈനംദിന ആവശ്യങ്ങൾ നടക്കുന്നു. കുട്ടികളുടെ പഠിത്തം, അതോടൊപ്പം തന്നെ മറ്റ് ചെലവുകൾ, ചികിത്സ തുടങ്ങി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ കിട്ടുന്ന വരുമാനത്തിൽ കൂടിയാണ് അവർ അവരുടെ കാര്യങ്ങൾ നിറവേറ്റിപ്പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് തിരിച്ചടി ഉണ്ടാകുന്നത്. ഇത് ഒരു ചെറിയ വിഷയമല്ല. 1-2 ഫാക്ടറികളല്ല പൂട്ടിപ്പോകുന്നത്. 30-ലധികം ഫാക്ടറികൾ പൂട്ടിപ്പോകുന്നു എന്ന അവസ്ഥ. 5-ലധികം ആളുകൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒരു സാഹചര്യം. അവിടെയാണ് വെറും കാഴ്ചക്കാരായി മാറാതെ എന്താണ് ചെയ്യേണ്ടത്? ബാങ്കുകൾ തെറ്റായ സമീപനം സ്വീകരിക്കുന്നുവെങ്കിൽ അത് തിരുത്തിക്കാനുള്ള നടപടികൾ, ഇതെല്ലാം തന്നെയാണ് വേണ്ടത്. സുജിൻ ഒരിക്കൽ കൂടി ചേരുന്നു. സുജിൻ ഈ ഭാഗത്ത് ഉണ്ട്. സുജിൻ, ഇപ്പോൾ ഈ കയറ്റുമതി രംഗത്തെ എത്രമാത്രമാണ്? കാരണം നമ്മൾ മറ്റൊരു വ്യവസായിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വർഷം 20 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം. അദ്ദേഹത്തിൻ്റെ ഫാക്ടറി പൂട്ടി, വീട് ജപ്തി ചെയ്തു,
അത് ലേലം ചെയ്തു പോകുന്ന സാഹചര്യവുമുണ്ട്. 20 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു ആൾ ഇപ്പോൾ ഒരു ബ്രോക്കറായി ജോലി ചെയ്യുന്നു. മറ്റൊരു വ്യവസായി അദ്ദേഹം എവിടേക്കാണോ പരിപ്പ് കയറ്റി അയച്ചിരുന്നത്, തമിഴ്നാട്ടിലെ ഒരു കുടുംബത്തിലേക്കാണ്, ആ കുടുംബത്തിൻ്റെ സൗജന്യത്തിൽ ഇപ്പോൾ അവിടെ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. മറ്റൊരു വ്യവസായി വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് കമ്പനി തുടങ്ങി, ആ കമ്പനി പ്രതിസന്ധിയിലായി ഇപ്പോൾ തിരികെ വീണ്ടും വിദേശത്ത് പോയി അവിടെ തൊഴിലാളിയായി ജോലി ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ വ്യാപാരികളുടെ അവസ്ഥ? വ്യാപാരികളുടെ അവസ്ഥ പൂർണ്ണമായും ഈ വ്യവസായം ഇവിടെ നിലച്ച രീതിയാണ്. ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ തെറ്റായ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടിയും മറ്റ് കാര്യങ്ങളുമായിരുന്നു ഈ വ്യവസായത്തിൻ്റെ ആദ്യത്തെ ആണിയടിച്ചത്. തുടർന്ന് ഈ വ്യവസായം ഒരു കാരണവശാലും മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ കേരളത്തിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്ത്യയിലെ വിദേശ നാണ്യം നേടിക്കൊടുത്ത ഒരു വ്യവസായമാണ് കശുവണ്ടി വ്യവസായം. കാരണം ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് വിദേശ നാണ്യം ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് എക്സ്പോർട്ട് പോയത് കശുവണ്ടിയായിരുന്നു. അതിൻ്റെ മൂല്യം കൂടുതലനുസരിച്ച് അതനുസരിച്ച് വിദേശ നാണ്യം നമുക്ക് നേടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ 2% കൂടി ഒരു 10 വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഇവിടുന്ന് എക്സ്പോർട്ട് പോകണില്ല. പൂർണ്ണമായിട്ട് ഇവിടെ ഈ തോട്ടണ്ടിയുടെ വിലയും ഈ കശുവണ്ടി പരിപ്പിൻ്റെ വിലയും തമ്മിൽ ഒരു കാരണവശാലും മാച്ച് ആവാത്തത് കൊണ്ട് ഈ വ്യവസായം മുന്നോട്ട് നടത്താൻ വയ്യാത്തൊരു സാഹചര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വിദേശ നാണ്യം പൂർണ്ണമായിട്ട് കശുവണ്ടിയിൽ നിന്നുള്ള വിദേശ നാണ്യം പൂർണ്ണമായിട്ട് കുറഞ്ഞ ഒരു മട്ടിലാണ്. ഒരു കാര്യം കൂടി, തിരുവനന്തപുരത്ത് സ്ഥിരതാമസം ഉള്ള അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച MP അദ്ദേഹം കൊല്ലം സ്വദേശിയാണ്, സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽ ഇത് എപ്പോഴെങ്കിലും നിങ്ങൾ പെടുത്തിയിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ സാധ്യമാകുന്നൊരു നിലയുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹം MP ആവുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ അദ്ദേഹത്തുമായിട്ട് ഒരുപാട് വട്ടം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം, ഞാൻ ചാനലിലൂടെ പറഞ്ഞത് ശരിയാണോന്ന് അറിയില്ല, അദ്ദേഹം നമ്മളെ എന്താണ് പ്രശ്നങ്ങളെന്ന് കേൾക്കാൻ കൂടിയുള്ള മനസ്സുകൂടി അദ്ദേഹം കാണിക്കില്ല. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേട്ടുകൊണ്ട് നമ്മൾ തിരിച്ചു വരിക, അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇടപെടലിനകത്ത് 100ൽ 0 എന്ന് പറയാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. കോൺഗ്രസ്സിന് വലിയ ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് MLA-മാരുള്ള ഒരു മണ്ഡലമല്ല. നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ പറയുന്നതല്ല. സുരേഷ് ഗോപിയെക്കുറിച്ച് സാന്ദർഭികമായും ചോദിച്ചതാണ്. മേഴ്സിക്കുട്ടി അമ്മയോട് നമ്മൾ നേരത്തെ പ്രതികരണം ചോദിച്ചിരുന്നു. ഈ ഉദ്യോഗസ്ഥർ കത്തയക്കാൻ വൈകുന്നതൊക്കെ ഉദ്യോഗസ്ഥരുടെ മുൻ മന്ത്രി പറഞ്ഞ പ്രയോഗം തന്നെ അതാണ്, ഉദ്യോഗസ്ഥരുടെ കന്നന്തിരിവാണ്. അതായത് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കണം, സർക്കാർ നിയന്ത്രിക്കണം. അത് മേഴ്സിക്കുട്ടി അമ്മ അംഗീകരിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്കുകളുടെ നിലപാട് അത് സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമാണ്. സർക്കാർ പലകുറി ബാങ്കുകളുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് മൊറട്ടോറിയം പോലുള്ള അല്ലെങ്കിൽ റീസ്ട്രക്ചർ പോലുള്ള കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമെടുക്കണമെന്നത്. പക്ഷേ അത്തരത്തിൽ ബാങ്കിൻ്റെ നേതൃത്വം പോകുന്നില്ല. അവിടെയും സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന അത്രയും രീതിയിൽ സർക്കാർ ഇടപെടേണ്ടതുണ്ട്. ഒരു വലിയ വ്യവസായ രംഗത്തെ സംരക്ഷിക്കേണ്ടതാണ്. ഒരുപാട് ജീവിതങ്ങൾ ഇതിനെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ അതിശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. സന്തോഷ് മണക്കാടിനൊപ്പം VV വിനോദ്, News 18 കൊല്ലം.